പിറ്റേന്ന് രാവിലെ ഗൗരി ദേവന് മുന്നേ ഉണർന്നിരുന്നു. കുളി കഴിഞ്ഞ് മുടി ചീക്കി ഒതുക്കി കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അവള്. പനി മാറിയെങ്കിലും ശരീരത്തിന് ചെറിയ വേദന അവൾക്കുണ്ടായിരുന്നു. അതെ, ഞാൻ ഇറങ്ങട്ടെ? ഉറങ്ങുന്ന ദേവന്റെ ചെവിയോട് ചേർന്ന് അവൾ പതുങ്ങിയ സ്വരത്തിൽ ചോദിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ദേവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവളെ നോക്കി പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് എൻ്റെ ഭാര്യയെ. ഗുഡ് മോർണിംഗ്. എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി. എന്തൊരു ഉറക്കമാണ് മിസ്റ്റർ ദേവൻ. ഓ, അപ്പോൾ നീ കോളേജിൽ പോവാണോ? ഞെട്ടലോടെ ദേവൻ ചോദിച്ചു. അതെ, പക്ഷേ നിനക്ക് പനിയല്ലേ? ആ, അതൊക്കെ കുറഞ്ഞു. ഏയ്, ഇന്ന് പോകണ്ട, ഫുള്ള് മാറട്ടെ. മാറി നോക്ക്. അവൾ ദേവൻ്റെ കൈ അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. എന്നാലും ഒരെന്നാലുമില്ല. എന്നെ കൊണ്ടാക്കുമോ പ്ലീസ്? ശരി, ഒരു അരമണിക്കൂർ. ആഹാരം കഴിച്ച് ദേവനും ഗൗരിയും കോളേജിലേക്ക് ഇറങ്ങി. ഗൗരി, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? എനിക്ക് അത്യാവശ്യമായി ഒരു മോഡലിനെ വേണം. കോടികളുടെ ഡീലാണ്. അത് നഷ്ടമായാൽ പിന്നെ ദേവൻ വെറും സീറോ ആണ്. അവൻ്റെ മുഖം അത് പറയുമ്പോൾ വിഷമം കൊണ്ട് ചുവന്നിരുന്നു. എന്നാ ഇവൻ്റ്? അവൾ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ഇനി 4 ദിവസം കൂടി. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറിയിരുന്നു. നിങ്ങളിങ്ങനെ ടെൻഷനാവാതിരിക്കെ, എന്തേലും വഴിയുണ്ടാകും. അല്ലെങ്കിൽ തന്നെ ദേവനാണോ ഒരു മോഡലിനെ കിട്ടാൻ പാട്? അവൾ ദേവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ സാന്നിധ്യം അവനെ ഒരു സമാധാനത്തിലാക്കി. അല്പം കഴിഞ്ഞതും അവർ കോളേജിലെത്തി. പതിവ് പോലെ ഗൗരിയെയും കാത്ത് ദീപു അവിടെ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും പതിവ് പോലെ ഗൗരിക്ക് ചുംബനം നൽകി ദേവൻ അവിടെ നിന്നും പോയി. ദീപുവിനെയും കൂട്ടി ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴായിരുന്നു അവിടെ ഇന്നലെ സെലക്റ്റായ പെൺകുട്ടികൾ ചുറ്റും കൂടി കുശുകുശുക്കുന്നത് ഗൗരിയും ദീപുവും കണ്ടത്. ഇതേ സമയം കലിതുള്ളിയാണ് ദൃശ്യ അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ട് വന്നത്. എല്ലാവർക്കും ഇന്നലെ ഫിറോസ് റിജക്റ്റഡ് എന്ന് മെയിൽ അയച്ചു. എന്നാൽ ദൃശ്യയുടെ ഫോണിലേക്ക് മെസ്സേജ് ഒന്നും വന്നില്ല. ഇതിലാണ് അവൾക്ക് ദേഷ്യം വന്നത്. ഇവിടെയുള്ള ആർക്കും തന്നെ സെലക്ട് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നില്ല. എല്ലാവരും റിജക്റ്റായി. എന്നാൽ ദൃശ്യയ്ക്കൊരു മെയിൽ പോലും അവരിൽ നിന്നും വന്നില്ല. അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്ത മുഖം കണ്ട് അവളുടെ കൂട്ടുകാരികൾ അവളെ ആശ്വസിപ്പിച്ചു. ദൃശ്യ, നീയൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരെയും ഇതിൽ നിന്നും റിജക്റ്റ് ചെയ്തു. നിനക്ക് മെയിൽ അയച്ചതുമില്ല. അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. ദൃശ്യ അത് പറഞ്ഞവളെ നോക്കി. ഇതുപോലെ ഒരു മെയിൽ കൊണ്ട് നിന്നെ സെലക്ട് ചെയ്യുകയല്ല അവരുടെ ലക്ഷ്യം. നിന്നെ നേരിൽ കണ്ട് സെലക്ഷൻ കിട്ടിയെന്ന് ദേവൻ പറയുക, അതാണെങ്കിലും അവളുടെ ഉദ്ദേശം. ദേഷ്യം കൊണ്ട് ചുവന്ന അവളുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു. ആടി ദൃശ്യ, അങ്ങനെയും ആവും. അവളിൽ ആത്മവിശ്വാസം വന്നു. ഓഫീസിൽ ഇരുന്നിട്ട് തൻ്റെ വർക്കുകളിൽ മുഴുകിയ ദേവൻ്റെ ഫോണിലേക്ക് ഗൗരി ഒരു മെസ്സേജ് ചെയ്തു. നിങ്ങൾ ബിസിയാണോ? അത് കണ്ടതും ദേവൻ്റെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു. അല്ലല്ലോ എൻ്റെ ഭാര്യയെ. എനിക്ക്. അവൾ ടൈപ്പ് ചെയ്തു. നിനക്ക്? ചിരിച്ചുകൊണ്ട് തന്നെ ദേവൻ മെസ്സേജുകൾ ടൈപ്പ് ചെയ്തു. എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ ഇന്ന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഒന്ന് ടൗണിൽ പോകണം. ദേവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഏത് ഫ്രണ്ട്? ദീപു. ആ, നിന്നെ കാത്തു നിന്ന ആ കുട്ടിയാണോ? അതെ. അപ്പോൾ വൈകിട്ട് വരാൻ വൈകുമോ? ഇല്ല, ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഓ അങ്ങനെ. ശരി, നിൻ്റെ ഇഷ്ടം. 3 മണിക്ക് ഞാൻ നിന്നെ കൂട്ടാൻ വരും. വൈകാൻ പാടില്ല. ഇല്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ചാറ്റ് കണ്ട് നഖം കടിച്ച് തുപ്പിയിരിക്കുകയാണ് ദീപു. എടി, എന്തായി? സമ്മതിച്ചു. ഹാവൂ, അപ്പോൾ മന്തി മാത്രം പോരാ. അവൾ പറഞ്ഞു. നിൻ്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ തരാം, പോരെ? ഇങ്ങനെയൊരു കൊതിച്ച്. അന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും ഉറപ്പായിരുന്നു ദേവൻ്റെ ആ ഇൻ്റർവ്യൂവിൽ ദൃശ്യയെ സെലക്ട് ചെയ്തു എന്ന് പറയാൻ ദേവൻ വരുമെന്ന്. എന്നാൽ അന്ന് ഉച്ചയോടെ കോളേജ് വിട്ടു. എടി, ദേവനും വന്നില്ല, അവൻ്റെ കിങ്കിരികന്മാരും വന്നില്ല. ഇനി എങ്ങനെ അറിയും? ദൃശ്യയുടെ മുഖത്ത് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഗൗരിക്കും ദീപികയ്ക്കും ചിരിക്കാൻ ഒരു വകയാകും. അതിനു മുന്നേ ഞാൻ എന്തേലും ചെയ്തേ പറ്റൂ. ദൃശ്യ ദേഷ്യത്തിൽ പറഞ്ഞു. എന്തു ചെയ്യാൻ? അതൊക്കെയുണ്ട്. അവൾ ഫോണെടുത്ത് ആർക്കോ വിളിച്ചുകൊണ്ട് മാറി നിന്ന് സംസാരിച്ചു. സമയം 2 മണിയായതോടെ സല്ലാബ് ദേവൻ്റെ കമ്പനിയിൽ വന്നെത്തി. ഹലോ ദേവൻ സാർ. ഹലോ സാർ. ഞാൻ വന്നത് 2 കാര്യങ്ങൾക്കാണ്. നോക്ക് സല്ലബ്, ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ടെൻഷനിലും തിരക്കിലുമാണ്.
അതിനിടയിൽ ഒരു ഫണ്ട് തരാൻ പറ്റില്ല. എറണാകുളം ഇവൻ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. സല്ലാബ് പറയും മുന്നേ ദേവൻ പറഞ്ഞു, സാർ, ഞാൻ ഫണ്ടിൻ്റെ കാര്യത്തിനല്ല ഇപ്പോൾ വന്നത്. പിന്നെ താങ്കളുടെ ഇവൻറ്റിൽ പങ്കെടുക്കാൻ സുന്ദരിയായ ഒരു മോഡൽ വേണമെന്ന് ഞാൻ കണ്ടിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാണ്. വാവ്, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണല്ലോ. ഓക്കെ സലാം, നിങ്ങൾ പറയൂ. ദേവനുള്ളിൽ ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ സാർ, എൻ്റെ മകൾ, അവൾ നല്ലൊരു കുട്ടിയാണ്. എനിക്ക് ഏക മകളാണ്. എൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തിൻ്റെ ഏക അവകാശി. സല്ലബ്, ഇതൊരു മോഡലിനെ പറ്റിയുള്ള സംസാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, എൻ്റെ മകൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പോലും. ഓ, മാരേജ് പ്രപ്പോസൽ. ദേവൻ കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചു. സല്ലബ് തൻ്റെ ഫോൺ ലോക്ക് തുറന്ന് മകളെ കാണിച്ചു. ഇതാണ് എൻ്റെ മകൾ. ഓ, ദൃശ്യ. സോറി സല്ലബ്, താങ്കൾക്ക് പോകാം. സാർ, ഞാനൊന്ന് പറയട്ടെ. നോക്ക് സല്ലബ്, താൻ ഒന്നും പറയണ്ട. ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പെണ്ണിനെയാണോ ഞാൻ മോഡലാക്കേണ്ടത്? സാർ, അവൾ പാവമാണ്. പെട്ടെന്ന് ദേവൻ ഫിറോസിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞ മെയിൽ നീ എല്ലാവർക്കും അയച്ചില്ലേ? ആ, അയച്ചു സാർ. പിന്നെ ദൃശ്യ എന്ന കുട്ടിക്ക് അയച്ചില്ല. കേട്ടില്ലേ? ഈ ദൃശ്യയും തൻ്റെ മകളും ഒന്നാണ്. എനിക്ക് മാരേജിന് താല്പര്യമില്ല. തൻ്റെ മകളെ മോഡലാക്കാനും താല്പര്യമില്ല. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ഡോർ വലിച്ചുകൊണ്ട് ദേവൻ പുറത്തേക്ക് പോയി. സാർ, ഫിറോസ് വിളിച്ചു. എന്താടോ? സല്ലാബ് ദേഷ്യത്തിൽ ചോദിച്ചു. ഇനി ഇരുന്നിട്ട് കാര്യമില്ല. സല്ലാബ് ദേവൻ്റെ ആ പ്രതികരണത്തിൽ അസ്വസ്ഥനായിരുന്നു. ഡോ, തൻ്റെ ദേവനോട് പറഞ്ഞേക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഫണ്ട് വാങ്ങാൻ അവൻ ഈ സല്ലാബിൻ്റെ മുന്നിൽ വരുമെന്ന്. ഫിറോസ് പൊട്ടിച്ചിരിക്കുന്നത് കേട്ട് സല്ലാബ് അവനെ തുറിച്ചു നോക്കി. സാർ, നിങ്ങളെക്കാൾ 10 മടങ്ങ് ആസ്തിയുള്ള ദേവനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ദേഷ്യത്തിൽ ദേവൻ കാറെടുത്ത് പോയത് കോളേജിന് സമീപത്തേക്കാണ്. എന്നാൽ ഗൗരിയും ദീപവും ടൗണിലേക്ക് എത്തിയിരുന്നു. ഇതൊന്നും ഓർമ്മയിൽ പോലും ഇല്ലാതെ ദേവൻ അവിടെ ഫ്രണ്ടിൽ കാത്തു നിന്നു. ഇതേ സമയം ദൃശ്യ അച്ഛനെ കോൾ ചെയ്ത് പുറത്തേക്ക് വരികയായിരുന്നു. എന്തായി അച്ഛാ? മോളെ, നിന്റെ ആഗ്രഹം അച്ഛന് നടത്തി തരും. ദേവൻ എന്ത് പറഞ്ഞു? സല്ലാബ് അവളോടൊരു നുണ പറഞ്ഞു. ദേവന് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ മത്സരത്തിൽ നിന്നെ പങ്കെടുപ്പിക്കുന്നത് ദേവന് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ മത്സരം മറന്നേക്ക്. പകരം നീ അവനെ മനസ്സിൽ കൊണ്ട് നടന്നു. പെട്ടെന്നാണ് അവൾക്ക് മുന്നിൽ കിടന്ന ദേവൻ്റെ കാർ അവൾ കണ്ടത്. ഇത്ര പെട്ടെന്ന് വന്നോ? തനിക്ക് വേണ്ടിയാണ് ദേവൻ വന്നതെന്ന് കരുതി അവൾ ആ കാറിനടുത്തേക്ക് ചെന്നതും ദേവൻ അവളെ കടന്നുപോയി. ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. അവൾ ടൗണിലുണ്ടാകുമെന്നല്ലേ പറഞ്ഞത് എന്നോർത്താണ് ദേവൻ അവിടെ നിന്നും പോയത്. ദൃശ്യ വരുന്നതൊന്നും ദേവൻ കണ്ടിരുന്നുമില്ല. ദേവൻ അവിടെ നിന്നും ടൗണിൽ മന്തി കിട്ടുന്ന കടകൾ നോക്കിപ്പോയി. പല പല കടകൾ മാറി മാറി ദേവൻ തിരഞ്ഞു. തന്നെപ്പോലെ ഒരു വലിയ ബിസിനസ്മാൻ ഒരു ബോഡി ഗാർഡ് പോലും ഇല്ലാതെ പുറത്തേക്കിറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ദേവന് നല്ലതുപോലെ അറിയാമെങ്കിലും അവൻ അവളെ തിരഞ്ഞിറങ്ങി. ഹോട്ടലുകൾ കയറിയിറങ്ങി ദേവന് ദേഷ്യം വരാൻ തുടങ്ങി. ഇതേ സമയം ആഹാരം കഴിച്ച് ഗൗരിയും ദീപവും ടൗണിൽ നിന്ന് കുറച്ച് മാറിയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞിട്ടും അവളെ കണ്ടുകിട്ടാതെ ദേവനിൽ ദേഷ്യം നിറഞ്ഞു തുടങ്ങി. അവൻ ഫോണെടുത്ത് അവൾക്ക് കോൾ ചെയ്തു. എന്നാൽ അവളുടെ ഫോൺ ചാർജില്ലാത്തത് കൊണ്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കേട്ടതും ദേവന് ദേഷ്യം കടിച്ചമർത്താൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു. അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി കാറിലിടിച്ചു. ഇതേ സമയം, എടേ, നിന്റെ കെട്ടിയോൻ ആളെങ്ങനെയാ? അങ്ങേരൊരു പാവാണ്. എന്നെ ഒരുപാട് ഇഷ്ടാ. എടി, ഇപ്പോൾ നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയാണേൽ. അത് പറഞ്ഞ ദീപു നാവ് വായിലേക്കിട്ടതും അവർക്ക് പുറകെ ഒരു ആഡംബരക്കാർ വന്നു നിന്നു. അവർക്കതിനെ മറികടന്ന് പോകാനുള്ള വഴിയില്ലാത്ത വിധം ആ കാറ് അവരോട് ചേർന്ന് നിന്നു. എടി, ദേവനാണോ? ദീപു സംശയത്തിൽ ചോദിച്ചു. ഏയ് അല്ല, ഇത് വേറെ ആരോ ആണ്. മുൻപ് കണ്ട് പരിചയമില്ലാത്ത ഒരു കാറായിരുന്നു അത്. അതിൽ നിന്നും അവർക്ക് നേരെ സൂട്ടും കോട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി അവർക്ക് നേരെ വന്നു. വഴി തടഞ്ഞ് കാറ് നിർത്തിയത് കൊണ്ട് തന്നെ ദീപുവിനെ അടിമുടി ദേഷ്യം ഇരച്ചു കയറിയിരുന്നു. താൻ ആരാടോ? തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോടോ ഈ വഴി ഉണ്ടാക്കിയത്? ഞങ്ങൾ നടന്നു പോകുന്നത് താൻ കണ്ടില്ലേ? ദീപു ദേഷ്യത്തിൽ ആ വ്യക്തിയെ ചീത്ത വിളിച്ചു. ഏയ് കൂൾ കൂൾ, അയാൾ ചിരിച്ചുകൊണ്ട് ദീപുവിനോട് പറഞ്ഞു. അയാളുടെ മൃദുവായ ശബ്ദം കേട്ട് ദീപു അടങ്ങി. ഇതേ സമയം ആ വ്യക്തി നടന്നെടുത്തത് ഗൗരിക്ക് നേരെയായിരുന്നു. ഹായ് ഗൗരി, അയാൾ അവൾക്ക് നേരെ കൈ കാണിച്ചു. അവളത് നിരസിച്ച മട്ടിൽ കൈ തട്ടി മാറ്റി. താൻ ആരാ? അവൾ ഉടൻ ചോദിച്ചു. ഞാൻ നകുൽ. അവൾക്ക് ആ പേര് കേട്ടതും ശരീരമാസകലം വിറയൽ അനുഭവപ്പെട്ടു.
കാരണം അവളുടെ അച്ഛൻ്റെ പേര് നകുലൻ എന്നാണ്. അതുമായി സാമ്യമുള്ള ഏതൊരു പേരും അവളെ വിറപ്പിക്കും. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നു. അവൻ തുടർന്നു, ഞാൻ നകുൽ വർമ്മ. തൻ്റെ അമ്മ നന്ദിനി ഞങ്ങളുടെ വീട്ടിൽ സെർവൻ്റായി നിന്നിട്ടുണ്ട്. കുഞ്ഞിലെ അമ്മ പല വീടുകളിൽ വീടുപണിക്ക് പോയതായി അവളിൽ ഒരു ഓർമ്മ മിന്നിമാഞ്ഞു. അതിനൊന്നുമില്ല. തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച ആ പഴയ മുദ്രപേപ്പർ നകുൽ അവൾക്ക് നേരെ നീട്ടി. ഇതാണ് കാര്യം, വേറെ ഒന്നും തന്നെയില്ല. ആ മുദ്രപേപ്പർ കണ്ടാൽ തന്നെ അറിയാം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന്. അവളത് വാങ്ങി വായിച്ചു. അവളുടെ കണ്ണുകൾ തുറച്ചു. ഇല്ല, ഇത് പണ്ട് തന്ന എഗ്രിമെൻ്റാണ്. അവൾ വായിച്ച് പൂർണ്ണമായതും പറഞ്ഞു. മുദ്രപത്രം പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും വാല്യൂ ഒന്ന് തന്നെയാണ്. ഇവരുടെ സംസാരം മനസ്സിലാവാതെ ദീപു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താ ഗൗരി, എന്താ പ്രശ്നം? ഏതോ പഴയ മുദ്രപേപ്പർ എടുത്തു പൊക്കി വന്നതാണ്. അത് വ്യാജമല്ലെന്ന് ആര് കണ്ടു? തൻ്റെ അമ്മയുടെ ഒപ്പും ഇതിലുണ്ട്, നകുൽ പറഞ്ഞു. ഉണ്ടാകും. എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അമ്മ ഇങ്ങനെയാന്ന് ചെയ്തത്. ഇപ്പോൾ എനിക്ക് തന്നെ പോലൊരാളുടെ സുരക്ഷ ആവശ്യമില്ല. ഡി, കാര്യമൊന്ന് തെളിയിച്ച് പറ, ദീപു വീണ്ടും പറഞ്ഞു. എൻ്റെ അമ്മ ഇയാളുടെ അച്ഛന് കൊടുത്ത എഗ്രിമെൻ്റ്, ഞങ്ങൾ വലുതാകുമ്പോൾ വിവാഹം കഴിച്ച് നൽകാമെന്ന് എഴുതി കൊടുത്ത എഗ്രിമെൻ്റാണത്. ദീപുവിനാകെ വിറയൽ വന്നു. എന്തൊക്കെയായാലും തൻ്റെ പ്രായം 22-അപ്പുറമായി. ഇനി നീ എനിക്ക് ഭാര്യയാവണം. ആയേ പറ്റൂ. ഇല്ല എങ്കിൽ നിന്റെ അമ്മ അഴിയെണ്ണും. ഏത് ജയിലിലാണാവോ അഴിയെണ്ണുന്നത്? അത് പറഞ്ഞാൽ ഞങ്ങൾക്കിടയ്ക്ക് പോയി കാണാമായിരുന്നു. പിന്നിൽ നിന്നും ഒരു ഗാംഭീര്യ സ്വരം അവർക്കിടയിലേക്ക് വന്നു. ശബ്ദം കേട്ടതും മൂവരും അങ്ങോട്ടേക്ക് കണ്ണോടിച്ചു. ദേവനെ കണ്ടതും നകുലൊന്ന് പതറി. ബിസിനസ് സാമ്രാജ്യത്തിലെ കിരീടമില്ലാത്ത രാജാവാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് കണ്ട് നകുലൊന്ന് അമ്പരന്നു. സാർ, നിങ്ങൾ? അവൻ പതിയെ ചോദിച്ചു. അപ്പോൾ എന്നെ അറിയാം നകുൽ സാറിന്, അല്ലേ? സാർ, താങ്കളെ അറിയാത്തേ ഇരിക്കില്ലല്ലോ. ബിസിനസ് ലോകത്തെ യൂത്ത് ഐക്കണല്ലേ നിങ്ങൾ. ഓഹ്, മതി മതി. ഈ പെൺപിള്ളേരെ വഴിതടഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടായി മിസ്റ്റർ വർമ്മയ്ക്ക് തോന്നും. പക്ഷേ അത് ആരുടെ പെണ്ണിൻ്റെ നേരെയാണ് എന്നുള്ള ചിന്ത ഉണ്ടായാൽ നല്ലത്. ദേവൻ പറയുന്നത് ഗൗരിയുടെ കൂടെയുള്ള ദീപുവിനെ കുറിച്ചാണെന്ന് ഓർത്ത് നകുൽ പറഞ്ഞു. സാർ, ഞാൻ നിങ്ങളുടെ കാമുകിയൊന്നും ചെയ്തില്ല. ഞാൻ പണ്ടത്തെ ഒരു കരാർ പാലിക്കണമെന്ന് പറയാൻ താങ്കളുടെ കാമുകിയുടെ കൂട്ടുകാരിയെ ലക്ഷ്യമാക്കി വന്നതാണ്. എന്തായാലും മിസ്റ്റർ നകുൽ ഇവിടെ വെച്ച് വേണ്ട. ഇനിമേലിൽ ഇത് ആവർത്തിക്കുകയും ചെയ്യരുത്. രണ്ടുപേരും ചെന്ന് വണ്ടിയിൽ കയറ്, ദേവൻ പറഞ്ഞു. ദീപു ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് വണ്ടിയിൽ ഓടിക്കയറി. എടി, ഇതാണ് മാസ്. എൻ്റെ പൊന്നോ, നിന്റെ കെട്ടിയോൻ സൂപ്പർ. പിന്നെ എൻ്റെ വക പുള്ളിക്ക് നീ ഒരു ഉമ്മ കൊടുക്കണേ. അയ്യേ, ഈ പെണ്ണിനെന്താ ഈശ്വര, വട്ടായോ? ഇതേ സമയം. നോക്കു നകുൽ, ഈ മുദ്രപേപ്പർ വർഷങ്ങൾ പഴക്കമുണ്ട്. പോരാത്തതിന് ഇത് നീ വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് എൻ്റെ കാമുകിയല്ല, എൻ്റെ ഭാര്യയാണ്. മേലിൽ ആവർത്തിക്കരുത്. വർമ്മ ഡിസൈൻസ് ഒരു ഫണ്ട് എൻ്റെ കമ്പനിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അത് ആവർത്തിച്ചാൽ ആ ഫണ്ട് ഞങ്ങളുടെ കമ്പനി എന്നല്ല, ഒരു കമ്പനിയും ബാങ്കും തരാത്ത വിധം ദേവൻ പൂട്ടും. ഓർത്താൽ നിനക്ക് നല്ലത്. അപ്പോഴും നകുലിൻ്റെ മനസ്സിൽ ദീപുവാണ് ദേവൻ്റെ ഭാര്യ എന്ന് തന്നെയായിരുന്നു. ഇടയ്ക്ക് ദീപു വഴിയിലിറങ്ങി. അവളുടെ വീട്ടിലേക്ക് അവിടെ നിന്നും കുറച്ചു മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി. എന്നാൽ ഗൗരിയുമായി യാതൊരു സംഭാഷണത്തിനും ദേവൻ നിന്നില്ല. ദീപുവിൻ്റെ കൂടെ അവൾ പിന്നിലെ സീറ്റിൽ ഇരുന്നത് കൊണ്ട് അവൾ ഇറങ്ങിയപ്പോഴേക്കും അവൾ പിന്നിൽ തന്നെയായി. നിങ്ങൾ ദേഷ്യത്തിലാണോ? അവൾ ചോദിച്ചു. അവൾ ചോദിക്കേണ്ട താമസം. വിശന്ന് കിടന്ന സിംഹം മാൻകുഞ്ഞിനെ കണ്ടതുപോലെ ദേവൻ അവൾക്ക് നേരെ ചാടി വീണു. നിനക്കെന്താ, തീരെ ബോധമില്ലേ? നിന്റെ തലയ്ക്ക് സുഖമില്ലേ? ഫുഡ് കഴിക്കാൻ ടൗണിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അതാണോ ടൗണ്? ഓരോ പട്ടിക്കാട്ടിലും ചെന്ന് നിന്നിട്ട് കണ്ടവന്മാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. ഞാനെന്ത് ചെയ്തു? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത്? നിനക്കറിയില്ല ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന്. അവൻ്റെ കയ്യിൽ നിന്റെ അമ്മ കുഞ്ഞിലെ എങ്ങാണ്ട് കൊടുത്ത ഒരു മുദ്രപത്രമുണ്ട്. അതുമായിട്ടാണ് അവൻ്റെ നടപ്പ്. അവൻ്റെ ഫണ്ടിൻ്റെ കാര്യം കമ്പനിയിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ നീയോ നിന്റെ അമ്മയോ ജയിലിൽ കിടക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ എന്നേക്കുമായി നമ്മൾ പിരിയേണ്ടി വരും. നിങ്ങളുടെ വഴക്ക് കേൾക്കുമ്പോൾ ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ. ഞാനിതിൽ എന്ത് തെറ്റാ ചെയ്തേ? അവൾ ദേവൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ചാടിയിരുന്നു. നീ വല്ല കുരങ്ങൻ്റെയും ജന്മമാണോ? ആ അതെ, കുരങ്ങൻ്റെ ജന്മമല്ല, കുരങ്ങൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു.